പിന്നെയും ഉണ്ടാകുന്നതെങ്കിൽ ഇന്ന അദാബീ ലശദീദ്, അല്ലാഹു തആലയുടെ ശിക്ഷയും അവന്റെ നിങ്ങളോടുള്ള നടപടികളും കഠോരമായിരിക്കും, വലിയ പ്രയാസമായിരിക്കും, താങ്ങാൻ മുഅ്മിനീങ്ങൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ലഭിച്ച അനുഗ്രഹങ്ങൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. ഏത് ഇന്ത്യയിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്? സ്വന്തമായി സഹോദരിയുടെ ശവം പേറുകയും ആ ശവം കൊണ്ട് ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്ന് സാമ്പത്തികം തിരിച്ചെടുക്കുന്നതിന് നടക്കുന്ന അത്രയും പ്രയാസകരമായ ഇന്ത്യയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹം എത്രയാണ്! അങ്ങേ അറ്റത്ത് നിന്ന് തുടങ്ങണം. അതേ ഇന്ത്യയിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു തആല നമുക്ക് നൽകിയില്ലേ? എത്ര വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു തആല നമുക്കായി പരിപൂർണമായും അവൻ മാറ്റിവെച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ പോലും അല്ലാഹു തആല സമാധാനപരമായ ഒരു ജീവിതവും സമാധാനപരമായ ഇബാദത്തിനുള്ള അവസരവും സമാധാനപരമായി സഞ്ചരിക്കാനുള്ള ഏകദേശ സ്വാതന്ത്ര്യങ്ങളും എല്ലാം അല്ലാഹു വകവെച്ച് നൽകുന്നു എങ്കിൽ, സാമ്പത്തികമായി സുസ്ഥിരത നമുക്ക് ഉണ്ടാകുന്നു എങ്കിൽ, വലിയ പ്രതിസന്ധികളില്ലാതെ ജീവിതം അല്ലലും അലട്ടലുമില്ലാതെ അത് കാറ്റിലും കോളിലും പെടാതെ മുന്നോട്ട് ചലിക്കുന്നു എങ്കിൽ, അതേ പ്രതീക്ഷ നഷ്ടപ്പെട്ട 10,000-ങ്ങൾക്കിടയിൽ നിന്ന് നിങ്ങൾക്ക് ഈ പ്രതീക്ഷ നഷ്ടപ്പെടാതെ ജീവിക്കാനും നിങ്ങൾക്ക് ഉതകുന്ന രൂപത്തിൽ അല്ലാഹു തആല ഖൈറുകൾ നൽകിയെങ്കിൽ തീർച്ചയായും ആ റബ്ബിനെ മറന്നു പോകരുത്. അതെല്ലാ സമയങ്ങളിലും ഓർമ്മയുണ്ടാകണം. സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ അനുഗ്രഹീതരായ ഹബീബ് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപത്നിയാണ്. ഏതാണ്ട് ധാരാളം ഹദീസുകൾ, 2000-ലധികം ഹദീസുകൾ നിവേദനം ചെയ്ത മഹദിയാണെന്നും 7000-ലധികം ഹദീസുകൾ ഒരേ സമയത്ത് തിരുദൂതരിൽ നിന്ന് നിവേദനം ചെയ്തവരാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. അവിടുത്തെ പ്രിയപ്പെട്ട പത്നിമാരിൽ ഏറ്റവും മഹദിയാണവർ. ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വഖൈറ മാ ഫീഹാ വഖൈറ മാ ജിബിൽതഹാ അലൈഹി വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ഫീഹാ വശർരി മാ ജിബിൽതഹാ അലൈഹി. തങ്ങളുടെ മുഖം വിവർണമായി ഒരു പ്രാവശ്യം ശക്തമായ കാറ്റടിക്കുകയും പ്രകൃതി അതിന്റെ ക്ഷോഭത്തെ കൊണ്ടുവരികയും ചെയ്തപ്പോ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, തിരുമുഖം ചുവന്ന് വിവർണമായി, വലിയ വേദനയായി. ചോദിച്ചു ആയിഷ റളിയല്ലാഹു തആല, യാ റസൂലല്ലാഹ്, എന്താണ് അങ്ങയുടെ പ്രയാസത്തിന്റെ കാതൽ തങ്ങളെ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ, അല്ലാഹു ഈ അയക്കപ്പെട്ടിരിക്കുന്ന കാറ്റിനെയും ആ കാറ്റിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന നന്മയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅഊദു ബിക മിൻ ശർരിഹാ, അല്ലാഹു നീ ഈ അയച്ച കാറ്റിനെയും ആ കാറ്റിൽ നിന്ന് എനിക്ക് ലഭിക്കാവുന്ന പ്രതിസന്ധികളിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. ഈ കാറ്റിന് അയക്കപ്പെട്ടതിന്റെ നന്മകളെയും അത് കാരണമായി ഭൂമിയിൽ സംഭവിക്കാവുന്ന നല്ല കാര്യങ്ങളിലും അതിന്റെ ഖൈറുകളെയും ഞാൻ നിന്നോട് തേടുന്നു. വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ജിബിൽതഹാ അലൈഹി, ഈ ഉത്തരവാദിത്വവുമായി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മലക്കുകൾ അവരുടെ ശക്തമായ നടപടി നിന്റെ തീരുമാനപ്രകാരം ഉണ്ടാകുന്നതിൽ നിന്നും അതിന്റെ പ്രയാസത്തിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖം വിവർണമാകുമായിരുന്നു പ്രയാസം കൊണ്ട്. നേരത്തെ മസ്ജിദിലേക്ക് വരികയും നമസ്കരിക്കുകയും അല്ലാഹു തആലയോട് കാവലിനെ തേടുകയും ചെയ്യുമായിരുന്നു. ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, എന്തുകൊണ്ടാണ് അങ്ങ് വേദനിക്കുന്നത്, വേദനിക്കുന്നത്? വ്യസനം എന്തുകൊണ്ടാണ് തങ്ങളെ? അവിടുന്ന് അരുളി, ആയിഷ, ഇതിനു മുമ്പുള്ള സമുദായങ്ങളെ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അവർക്ക് ശിക്ഷ വന്നിരിക്കുന്നതിന്റെ പ്രാരംഭം ഈ കാറ്റിൽ നിന്നായിരുന്നു. അവർക്ക് ശിക്ഷ വന്നതിന്റെ പ്രാരംഭം ഈ കാറ്റിൽ നിന്നായിരുന്നു, അല്ലെങ്കിൽ ഈ ശക്തമായ മഴയിൽ നിന്നായിരുന്നു, അല്ലെങ്കിൽ ശക്തമായ ഈ ചൂടിൽ നിന്നായിരുന്നു. ഇതിൽ നിന്നൊക്കെയും ശിക്ഷ വന്ന സമൂഹം കഴിഞ്ഞു പോയതുകൊണ്ട് എനിക്ക് ഭയമുണ്ട് ആയിഷ, അല്ലാഹു തആല ഈ വിഷയത്തിൽ അതുകൊണ്ട് നമ്മളെ ശിക്ഷിക്കുമോ എന്നുള്ളത് എനിക്ക് ഭയമുണ്ട് യാ ആയിഷ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അന്തരീക്ഷം തെളിഞ്ഞാൽ മഴയും അതിന്റെ അവസ്ഥാന്തരങ്ങളും കഴിഞ്ഞ് അന്തരീക്ഷം തെളിഞ്ഞാൽ അവിടുത്തെ മുഖവും തെളിയുമായിരുന്നു എന്ന് ഇമാം മുസ്ലിം തങ്ങളെ പോലെയുള്ള കിടയറ്റ മഹത്തുക്കൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ലോകത്തിന്റെ നിലനിൽപ്പും ലോകത്തിന്റെ പ്രസരിപ്പും ലോകത്തിന്റെ ത്രസരിപ്പും അതുമായി നിരന്തരമായി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് പഠനങ്ങളാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. സൈക്കോളജിക്കലായിട്ടുള്ള മുഴുവൻ പഠനങ്ങളുമാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അടുത്തിടെ ഇസ്ലാമിലേക്ക് വന്ന ഏറ്റവും
വലിയ പഠനങ്ങൾ നടത്തിയ ഒരു ശാസ്ത്രജ്ഞൻ തന്റെ അനുഭവത്തെ വിവരിക്കുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിന്റെ ഒരായത്താണ്. അദ്ദേഹത്തെ വല്ലാതെ ചിന്തിപ്പിച്ചത് ഖുർആനിന്റെ ഒരായത്താണ്. ആ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ. ഭൂമി മരണത്തിലേക്ക് വീണതിനു ശേഷം, അതിന്റെ അവസാനത്തിലേക്ക് ഭൂമി ഇല്ലാതായതിനു ശേഷം, അഅൻതും അൻശഅതുമൂ മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ. ഭൂമി ഇല്ലാതായി എന്ന് ചിന്തിക്കുന്ന മനുഷ്യർക്ക് സമാശ്വാസമായി ആ ഭൂമിയിൽ നിന്ന് വെള്ളത്തെ കൊണ്ടുപോയിട്ട് വിളകളെ നൽകിയവൻ എത്ര പരിശുദ്ധനാണ്. ഈ ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കടലുകളുടെ അവസ്ഥകളെയും വിശദീകരിക്കുന്നുണ്ട്. ഈ ഭൂമിയുടെ തട്ടകങ്ങളിൽ കടലുകൾ, അതിന്റെ അടിയിൽ മറകൾ, അതിന്റെ അടിയിൽ വെള്ളം, അതിന്റെ അടിയിൽ ഇരുള്, അങ്ങനെ 3 ഘട്ടങ്ങളായി വിശദീകരിക്കുന്നുണ്ട്. ഈ ഘട്ടങ്ങളായി വിശദീകരിച്ചതിനെ കുറിച്ച് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിലെ ഹാർവാർഡിൽ പഠനം നടത്തുന്ന അദ്ദേഹം സമർത്ഥമായി സമർത്ഥിച്ചു. ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പരിലാസം ഇത്രമേൽ ഊശ്വരതയല്ലാത്ത കാലത്ത് എങ്ങനെ ഇത് സാധിച്ചു എന്ന് അദ്ദേഹത്തിന്റെ പഠനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇത് പറയണമെങ്കിൽ ഇത് ദൈവിക ഗ്രന്ഥമാണ്. ഈ ഖുർആനിന് ദൈവികമായ ടച്ച് ഉണ്ട്. ഇതിൽ സംസാരിച്ചിരിക്കുന്ന ഭാഷണങ്ങൾ മുഴുവൻ ഖുർആനുമായി സംസാരിച്ചിരിക്കുന്ന ഭാഷണങ്ങൾ റബ്ബിൽ നിന്നുള്ളതാണ്. രണ്ടാമത് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി നമ്മളൊക്കെ ഓതുന്ന സൂറത്തു യാസീനിലെ ആയത്താണ്, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. സുബ്ഹാനല്ലദീ, ഒരുവന് പരിശുദ്ധി, ഖലഖൽ അസ്വാജ കുല്ലഹാ, ഭൂമിയിലെ മുഴുവൻ വസ്തുക്കളിലും മുഴുവൻ സൃഷ്ടി വൈഭവങ്ങളിലും ഇണകളെ സൃഷ്ടിച്ചവൻ പരിശുദ്ധനാണ്. 36-ാമത്തെ സൂക്തം 36-ാമത്തെ ആയത്തിലാണ് അല്ലാഹു തആല ഇത് പ്രയോഗിച്ചിരിക്കുന്നത്. സുബ്ഹാനല്ലദീ, ഒരുവന് പരിശുദ്ധി, ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. രണ്ടിനെയും ഇണകളാക്കി തുണകളാക്കി സൃഷ്ടിച്ചവൻ, അതായത് ആണിനെയും പെണ്ണിനെയും 2 ലിംഗങ്ങളെയും വേർതിരിച്ച് സൃഷ്ടിക്കുകയും ആ സൃഷ്ടിയുടെ വികാസത്തിൽ നിന്ന്, ആ സൃഷ്ടിയുടെ വേർതിരിവിൽ നിന്ന് ഏറ്റവും നല്ല ഭൂമികയെ സമ്മാനിക്കുകയും മനുഷ്യർക്ക് ആവശ്യമായ പ്രകാശ സംശ്ലേഷണം അടക്കം ഓക്സിജന്റെ ഓസോൺ പാളികളെ സംരക്ഷിക്കുന്ന ഒരു പ്രവണത ഈ ഭൂമി ലോകത്ത് നിർണയിക്കുകയും ചെയ്തവൻ, അതിനെ മുന്നോട്ട് ഗമിപ്പിക്കുന്നവൻ എത്ര അനുഗ്രഹീതനാണ് എന്ന് വിശുദ്ധമായ ഈ ഖുർആനിന്റെ വ്യാഖ്യാനത്തെ എടുത്തുകൊണ്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരാൻ സാധ്യമാകുന്ന വഴികളെ അന്വേഷിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഖുർആൻ ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ട്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് മനുഷ്യനെ ബോധവാനാക്കുന്നുണ്ട്. പലപ്പോഴും വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം ശ്രദ്ധേയമാണ്, ലാ യഅഖിലൂൻ, എന്തേ ബുദ്ധിയോടെ ചിന്തിക്കുന്നില്ല, അഫലാ തുബ്സിറൂൻ, നിങ്ങൾ എന്തേ ഉൾക്കാഴ്ചയോടെ ചിന്തിക്കുന്നില്ല, ആലോചിക്കുന്നില്ല പ്രിയമുള്ള മുഅ്മിനീങ്ങളെ എന്ന് നിരന്തരമായി ഖുർആൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊരു മടക്കമുണ്ടാകണം, നമുക്കൊരു വ്യത്യാസം ഉണ്ടാകണം, അനുഗ്രഹങ്ങളെ ഓർക്കുന്നവനാകണം. പലപ്പോഴും റസൂലുള്ളാഹി തങ്ങളുടെ ഒരു ഹദീസ് നിരന്തരമായി ഓർമ്മയിൽ വരാറുണ്ട്. ഇമാം ബുഖാരി തങ്ങളെ പോലെയുള്ള മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഹദീസ് പ്രകാരമായി നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ, ആസ്വാദ്യങ്ങളെ എങ്ങനെ മനസ്സിലാക്കണം? നിങ്ങളെക്കാൾ ആ അനുഗ്രഹം ലഭിക്കാത്ത മനുഷ്യരിലേക്ക് നിരന്തരം നോക്കണം. നമ്മളെക്കാൾ താഴെയുള്ള മനുഷ്യരിലേക്ക് നിരന്തരം നോക്കണം. അപ്പൊ നമുക്ക് ലഭിച്ചത് അനുഗ്രഹമാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാകും. അലോസരപ്പെടുത്തുന്ന ചെറിയ ജോലികൾ പോലും ലഭിക്കാത്ത 10,000-ങ്ങളുള്ള ലോകത്താണ് അല്ലാഹു തആല നമുക്കൊരു അനുഗ്രഹീതമായ ജോലി അല്ലെങ്കിൽ ഒരു വരുമാനം അല്ലാഹു തആല കൊണ്ടുതരുന്നത്. അപ്പോഴാണ് റബ്ബ് നൽകിയത് ഇത് അനുഗ്രഹമാണ് എന്ന ഒരു ചിന്ത നമുക്കുണ്ടാകുന്നത്. ഒന്നും ലഭിക്കാത്ത മനുഷ്യരുള്ള, പ്രയാസപ്പെടുന്ന മനുഷ്യരുള്ള ലോകത്ത് അല്ലാഹു തആല ഇത് നൽകുന്നത് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് സ്വീകരിക്കുമ്പോഴാണ് നമുക്കൊക്കെ ഈ അനുഗ്രഹങ്ങളെ വിലമതിക്കാൻ സാധിക്കുന്നത്. അനുഗ്രഹങ്ങളെ വിലമതിക്കുന്നവൻ ഇരുലോക വിജയിയാവും. അവന്റെ ഖൽബിലേക്ക് റബ്ബിന്റെ നൂറത്തും പ്രകാശമെത്തും. അവന് വിജയിക്കാൻ ഏറ്റവും കൂടുതൽ ചിന്തയെ
ആലോചനകളെ ഏറ്റവും കൂടുതൽ ഉദ്ദീപിപ്പിക്കുന്ന മതം കൂടിയാണ് ദീനുൽ ഇസ്ലാം. പക്ഷേ ഇസ്ലാമിനെ പരിപൂർണമായും അതിന്റെ നിയമങ്ങളെയും അതിന്റെ വശങ്ങളെയും അതിനെ ചരിത്രപരമായി പ്രമാദീത കാലം മുതൽ പഠിക്കാൻ തയ്യാറാകണം. വിമർശിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ വിമർശിക്കാൻ പറ്റിയ മതം കൂടിയാണ് ദീനുൽ ഇസ്ലാം. പക്ഷേ അതിനെ പഠിക്കാൻ നമ്മളൊന്ന് ഇറങ്ങിയാൽ, അതിനെ ഒന്ന് മനസ്സിലാക്കാൻ നമ്മളൊന്ന് തുനിഞ്ഞാൽ നമുക്ക് വല്ലാത്ത അത്ഭുതം തോന്നും. ഇത്രയും അത്ഭുതത്തിന്റെ കേളി രംഗമായിട്ടാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തപ്പെടുന്നത്. വലിയ അത്ഭുതങ്ങളുടെ കലവറയായിട്ടാണ് അല്ലാഹു തആല ദീനുൽ ഇസ്ലാമിനെ നമുക്ക് മുമ്പിൽ നൽകിയിട്ടുള്ളത്. ആ ഇസ്ലാമിനെ സ്വീകരിച്ച നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റമുണ്ടാകാനും റബ്ബിലേക്ക് അടുക്കാനും അവന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നിരന്തരമായ ബന്ധമുണ്ടാകാനും അല്ലാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർക്കാനും ആ അനുഗ്രഹങ്ങളിലൂടെ നമ്മളുമായി ബന്ധപ്പെട്ട മനുഷ്യരോട് നീതി കാണിക്കാനും ധർമ്മം പുലർത്താനുമാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഖുർആൻ നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നത്. ഏറ്റവും വലിയൊരു പ്രമേയമുള്ള മെയ് ദിനത്തിൽ കൂടിയാണ് നമ്മളുള്ളത്. തൊഴിലാളിക്ക് അവന്റെ വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് കൂലി നൽകുന്നവനാണ് ഏറ്റവും ഉത്തമനായ മുഅ്മിൻ എന്ന് റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസ് അത്ര ശ്രദ്ധേയമാണ്. ഒരാളുടെ വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് കൂലി നൽകലാണ് ഏറ്റവും അഭികാമ്യമായി ഇസ്ലാമിന്റെ സുന്ദര ചിത്രമെന്ന് പഠിപ്പിക്കുന്നിടത്താണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ ഏറ്റവും വലിയ റിപ്പബ്ലിക്കായ പല രാജ്യങ്ങൾക്ക് മുമ്പിലും ഉയർന്നു നിൽക്കുന്നത്. പഠിക്കുന്നവരാണ്. പഠിക്കുന്നവർ എപ്പോഴും അതിനെക്കുറിച്ച് വാചാലരാവുകയും അതിന്റെ ചിന്തകളെ ഉദ്ദീപിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും. വിമർശിക്കാൻ ധാരാളം കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും സാധ്യതകളെ കണ്ടെത്തുന്നിടത്താണ് മനുഷ്യരുടെ വിജയമുണ്ടാകുന്നത്. റബ്ബ് തആല ഈ വക സന്ദേശങ്ങളൊക്കെയും നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളാനും അതനുസരിച്ച് മുന്നോട്ട് നീങ്ങാനും അവൻ നൽകിയ അനുഗ്രഹങ്ങളെ ഓർമ്മിക്കാനും അതനുസരിച്ച് അവന് നന്ദിയുള്ള ദാസന്മാരായി മാറാനും അല്ലാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്.